ഹലോ, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് വെച്ചാൽ എൻ്റെ ഈ കുഞ്ഞടുക്കള ഒന്ന് മേക്ക് ഓവർ ചെയ്യാൻ പോവാണേ. അതിനുവേണ്ടി കൗണ്ടർ ടോപ്പിലും കബോർഡിലും എല്ലാം ഇരിക്കുന്ന സാധനങ്ങളെല്ലാം എടുത്ത് ഞാൻ മാറ്റി. ഇത് എൻ്റെ കിച്ചണിൽ വെച്ചേക്കുന്ന ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആണ്. ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. പിന്നെ എല്ലാ സാധനങ്ങളും എടുത്ത് മാറ്റി നന്നായിട്ടൊന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യാനാണ് പോകുന്നത്. ഈ കബോർഡിൽ ഒരുപാട് സാധനങ്ങൾ ഇരിപ്പുണ്ട്. അതിൽ വേണ്ടാത്തതുണ്ട്, വേണ്ടുന്നതുണ്ട്. അപ്പോൾ വേണ്ടാത്ത എല്ലാം എടുത്ത് കളയാമെന്ന് വിചാരിച്ചു. പിന്നെ എപ്പോഴെങ്കിലും ഉപയോഗിക്കും എന്ന് വിചാരിച്ചെടുത്ത് വെച്ചേക്കുന്നതാണ്. അതിനൊരു ഉപയോഗവും ഇല്ല. നമ്മുടെ കബോർഡ് ഫുള്ള് നിറയും. അപ്പോൾ കുറച്ച് സ്പേസ് ഉണ്ടെങ്കിൽ കൗണ്ടർ ടോപ്പിൽ വെക്കേണ്ട സാധനങ്ങളെടുത്ത് നമുക്ക് കബോർഡിലോട്ട് വെച്ച് കൗണ്ടർ ടോപ്പ് കുറേ ഫ്രീ ആക്കിയിടാമല്ലോ. അപ്പോൾ എല്ലാം എടുത്ത് മാറ്റി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ. ഇനി ഈ മൊസ്കിറ്റോ നെറ്റ് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഇത് അടിച്ചത് കൊണ്ട് ഞാൻ വിൻഡോ ചെറുതായിട്ട് കിച്ചണിൽ തുറന്നിടും. അപ്പോൾ കുറച്ച് കാറ്റും ഒരു വെളിച്ചമൊക്കെ കിട്ടാനായിട്ട്. അപ്പോൾ ഇതിനി നന്നായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ മൊസ്കിറ്റോ നെറ്റ് ക്ലീൻ ചെയ്യാൻ വേണ്ടി ആമസോണിൽ നിന്ന് ഞാനൊരു ബ്രഷ് വാങ്ങിച്ചിട്ടുണ്ട്. എനിക്കത് വളരെ ഉപകാരമുള്ളൊരു സാധനമാണ്. കാരണം ഇതാണ് ഇങ്ങനെ നമ്മുടെ ഈ ബ്രഷിൻ്റെ അകത്ത് നന്നായിട്ട് പൊടി ഇങ്ങ് വരും. ഓരോ തവണ നമ്മൾ ഇത് ഉപയോഗിച്ചതിന് ശേഷവും ഈ ബ്രഷ് നന്നായിട്ട് കഴുകി ഉണക്കി വെക്കണം. അത് അങ്ങനെ തന്നെ ഇട്ടാൽ ഈ പൊടിയെല്ലാം കൂടെ നിറഞ്ഞ് പെട്ടെന്ന് ഇത് ഡാമേജ് ആയിപ്പോവും. അപ്പോൾ ഓരോ തവണയും നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് ബ്രഷ് കൂടെ സൂക്ഷിച്ചാൽ കുറേ നാളെ ഇത് ലാസ്റ്റ് ചെയ്യും. ഇനി പെട്ടെന്ന് വിൻഡോയുടെ കമ്പിയും ഗ്ലാസ്സും എല്ലാം ഒന്ന് തുടയ്ക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ തുടച്ചു കൊടുക്കും. കാരണം ഈ വിൻഡോ ഇങ്ങനെ തുറന്നിട്ടേക്കുന്നതുകൊണ്ട് എന്തായാലും പൊടി കയറുമല്ലോ. അപ്പോൾ ഒരു 2 വീക്സ് കൂടുമ്പോൾ തുടയ്ക്കാറുണ്ട്. അതുകൊണ്ട് ഈ വട്ടം വലിയ പൊടിയില്ല. എന്നാലും നമ്മൾ മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യുമ്പം ഇതോടെ ഒന്ന് തുടയ്ക്കാമെന്ന് വിചാരിച്ചു. ഡീപ്പ് ക്ലീൻ ചെയ്യുന്ന ദിവസം വളരെ കുറച്ച് സ്ഥലമേ കാണുകയുള്ളൂ. എന്നാലും നമ്മൾ ഒരുപാട് ടയേർഡാവും. ഡീപ്പ് ക്ലീനിങ് എന്ന് പറയുമ്പോൾ നമ്മൾ മുക്കും മൂലയും എല്ലാം തുടച്ച് വൃത്തിയാക്കുമല്ലോ. അപ്പോഴത്തേനും നമ്മൾ ഓവറായിട്ട് അങ്ങ് ടയേർഡാവും. എനിക്കങ്ങനെ തോന്നുന്നത്. എനിക്കിച്ചിരി മടിയാണ് ഇങ്ങനെ ചെയ്യാൻ. പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് എനിക്ക് ഭയങ്കര ഒരു നിർബന്ധമാണ് എൻ്റെ കിച്ചൺ അല്ലെ എൻ്റെ വീട് എല്ലായിടും നല്ല നീറ്റായിട്ടിരിക്കണമെന്ന്. അതുകൊണ്ട് ഞാൻ ഇതിനു വേണ്ടി ഒരുപാട് എക്സ്ട്രാ ആയിട്ട് സമയം എടുക്കാറുണ്ട്. കാരണം ഞാനിങ്ങനെ മിനുക്കി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുടയ്ക്കും. അങ്ങനെ എക്സ്ട്രാ ടൈം എടുക്കുന്നുണ്ട്. അതുകൊണ്ട് പൊതുവേ നമുക്ക് ഒരു റിസൾട്ടുണ്ട്. കാരണം നമ്മളുടെ കിച്ചൺ കാണുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് ഫീൽ ചെയ്യും. ഇപ്പോൾ പെട്ടെന്ന് ആരെങ്കിലും നമ്മുടെ വീട്ടിലോട്ട് വരുമ്പം നമുക്ക് ടെൻഷൻ ആവണ്ട, അയ്യോ എൻ്റെ കിച്ചൺ ചീത്തയായി കിടക്കുവാണോ, എൻ്റെ ഹാള് മോശമായി കിടക്കുവാണോ, ഇങ്ങനത്തെ ഒരു ടെൻഷൻ്റെ കാര്യമില്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്താൽ എല്ലാ ദിവസവും ഇതൊരു ഹാബിറ്റ് ആക്കി കഴിഞ്ഞാൽ നമുക്കങ്ങനെ ഒരു ടെൻഷൻ്റെ ആവശ്യം വരാറില്ല. അപ്പം അതുകൊണ്ട് ഇപ്പം ഞാനിത് ചെയ്യുന്നതിൽ എനിക്കൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യില്ല. അല്ലെങ്കിൽ നമുക്കിത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ അങ്ങനെ ആയിരുന്നു. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടായിരുന്നു തോന്നിക്കൊണ്ടിരുന്നത് ഈ ഡീപ്പ് ക്ലീനിങ് എന്നൊക്കെ പറഞ്ഞാൽ. ഇപ്പോൾ പിന്നെ എനിക്കൊരു നിർബന്ധം പോലെ ആയതുകൊണ്ട് ഞാനിത് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നു. ഇനി ഒരു കുഞ്ഞു ബ്രേക്കൊക്കെ എടുത്തതിന് ശേഷം ഈ മണി പ്ലാന്റുകളെല്ലാം എടുത്ത് ഈ ജനലിൻ്റെ അവിടെ കൊണ്ടുവെക്കണം. ഇതെല്ലാം നേരത്തെ ഞാൻ എൻ്റെ പൊടിയും ഒക്കെ ഇട്ട് വെച്ചിരുന്ന ഗ്ലാസിൻ്റെ ബോട്ടിൽസാണ്. ഇപ്പോൾ അതിനൊക്കെ വേണ്ടി ഞാൻ വേറെ ബോട്ടിൽ വാങ്ങിച്ചപ്പം ഇതിൻ്റെ അകത്തെല്ലാം ഞാൻ പ്ലാന്റ്സ് നിറച്ച് ജനലിൻ്റെ അവിടെ വെക്കുവാണ്. അങ്ങനെ എൻ്റെ ക്ലീനിങ് പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനി ഈ മൊസ്കിറ്റോ നെറ്റ് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ രാവിലെ 8:30 മണിക്ക് തുടങ്ങിയതാണ്. അപ്പോൾ അതിനിടയ്ക്കത്തെ കാലാവസ്ഥയെല്ലാം മാറി, വെയിൽ, പിന്നെ പെട്ടെന്ന് മഴക്കോളായി, പിന്നെയും വെയിലായി. അങ്ങനെ ഞാൻ മൊസ്കിറ്റോ നെറ്റ് എല്ലാം ഒട്ടിച്ചു കൊടുത്തു. പിന്നെ പോയി ഫ്രഷായി ഫുഡ് കഴിച്ചു. ഇനി ഈ വാൾപേപ്പറോട് ഒട്ടിച്ചു കൊടുക്കണം. ഈ വാൾപേപ്പർ ഇതിന് മുന്നേ ഞങ്ങൾ താമസിച്ചിരുന്ന വീട്ടിൽ ഞാൻ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് അവിടെ നിന്ന് ഷിഫ്റ്റ് ആയപ്പോൾ അതെല്ലാം വലിച്ചു കീറിക്കളഞ്ഞു. ഇപ്പോൾ വീണ്ടും ഈ ഫ്ലാറ്റ് വന്നപ്പോൾ ഇവിടെ ഒട്ടിക്കുകയാണ്. അപ്പോൾ എനിക്ക് വാൾപേപ്പർ ഇഷ്ടമാണ്. പക്ഷേ ഈ ഒട്ടിക്കുന്നത് ഭയങ്കര ഒരു മെനക്കേടാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് എയർ ബബിൾസ് കയറുമല്ലോ. ഞാൻ ഒട്ടിച്ചാൽ ഉറപ്പായിട്ടും അങ്ങനെ വരും. എന്നാലും എനിക്കത് കാണുമ്പം ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഒട്ടിച്ച് വെച്ചേക്കുന്നത്. അങ്ങനെ എൻ്റെ കഠിനാധ്വാനത്തിന് ശേഷം നമ്മൾ സ്റ്റിക്കർ ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ച എല്ലാ സാധനങ്ങളും കൗണ്ടർ ടോപ്പിൽ ഓർഗനൈസ് ചെയ്ത് വെക്കണം. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച സ്റ്റാൻഡാണ്. പക്ഷേ ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അത്ര നല്ലതല്ല. ഇതിൻ്റെ സ്ക്രൂ നമ്മൾ ടൈറ്റ് ആക്കി കൊടുക്കുമ്പം ഈ ഒരു ഭാഗത്തിങ്ങനെ ഒരു വിള്ളൽ പോലെ വീഴുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം കരുതിയത് ഞാൻ സ്ക്രൂ ചെയ്തതിൻ്റെ മിസ്റ്റേക്കായിരിക്കും. പക്ഷേ ഒരു യൂട്യൂബിൻ്റെ അകത്ത് ഇതേപോലെ തന്നെ വേറൊരാളും റിവ്യൂ ചെയ്തപ്പോൾ കണ്ടു. അവരുടെ ഇതിലും ഇതേപോലെ ഇങ്ങനെ വിള്ളൽ പോലെ വീണിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പോരായ്മയുണ്ട് ഈ സ്റ്റാൻഡിന്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ ഈ സ്റ്റാൻഡ് ഉൾപ്പെടുത്താഞ്ഞത്. ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ എല്ലാ പൊടിവകകളും ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെച്ച് കൊടുക്കാം.
Wanna clear a bottle of Cabernet. Wanna stay home, not even drink. Wanna get out of my own head. Wanna lay down, overthink. I wanna cry every tear I got. Put on a dress, be a stranger's dream. Lock up this heart of mine, wanna wear it on my sleeve. I kinda wanna hate you, but I wanna love you too. I wanna hold you close and let you go, find someone new. And I wish it wasn't, but my mind's made up in two. What's killing me the most is knowing two things can be true. Wanna throw away your vanity. Wanna wear it to sleep tonight. Wanna wipe our slate clean. Wanna pick this thing up right where we left off. Wanna block your number, take one last time, make it another. Wish I was one or the other. I kinda wanna hate you, but I wanna love you too. I wanna hold you close and let you go, find someone new. And I wish it wasn't, but my mind's made up in two. What's killing me the most is knowing two things can be true. If it's black, it's white. If it's wrong, it's right. Soon as I pick one, I switch sides. അപ്പോൾ എല്ലാവർക്കും ഈ കുഞ്ഞു മേക്ക് ഓവർ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.